ജി വി ഹരി കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജി വി ഹരി, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെയും മുൻനിരയിൽ മുഖമായി നിർത്തിക്കൊണ്ടല്ല ഈ ആലോചനയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ ആയിരിക്കും മുൻനിരയിൽ ഉണ്ടാകും. ഇത്തരമൊരു ആലോചനയുടെ അടിസ്ഥാനം എന്ത്? കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളാണോ കാരണം? അതൊക്കെ നിങ്ങളുടെ ഒരു വിചാരം മാത്രമാണ്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോ ദേശീയ നേതൃത്വത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ നേതൃത്വത്തിന്റെ സജീവമായ ഇടപെടലുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ബീഹാറിൽ എത്ര ദിവസമാണ് ശ്രീ രാഹുൽ ഗാന്ധി ചെലവഴിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വോട്ട് ചോരി യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഇന്നലെ ഗുജറാത്തിൽ അദ്ദേഹമുണ്ട്. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കുന്നു, അവിടെ പരിശീലനം നടക്കുന്നു. അതുകൊണ്ട് കേരളം അതിൽ നിന്ന് വിഭിന്നമല്ല. കേരളവും നമ്മുടെ ഇതിന്റെ തന്നെ ഭാഗമല്ലേ. അപ്പൊ കേരളത്തിനകത്ത് രാഹുൽ ഗാന്ധിയും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ഇവിടെ നിന്ന് MP ആയിരുന്നു. ഇപ്പോൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് MP ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് അവരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അതിന്റെ അർത്ഥം അവർ വരുന്നു, ഇവിടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ നേതൃത്വം മോശമാണ്, നേതൃത്വം ഭിന്നത ഉണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങളുടെ ആരോപണം മാത്രമാണ്. അങ്ങനെയല്ല, മറിച്ച് ഇതിനെ വിജയിക്കുക. എല്ലാ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾക്ക് തീർച്ചയായിട്ടും നേതൃത്വം കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ശ്രീ രാഹുൽ ഗാന്ധിക്കുണ്ട്, ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കുണ്ട്, ശ്രീ KC വേണുഗോപാലിനുണ്ട്. അവരത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലേക്ക് അവർ വരുന്നു എന്നുള്ളത് കൂടുതൽ ആത്മവിശ്വാസം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അണികൾക്കും ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കൂ. ശ്രീ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഉണ്ടായിട്ടൊരു മാറ്റം. അതായത് 5 വർഷങ്ങൾക്ക് മുമ്പല്ല, ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള താല്പര്യം നിങ്ങളടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. നിങ്ങളടക്കമുള്ള രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞിരുന്നൊരു തെരഞ്ഞെടുപ്പുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു സീറ്റുകളുടെ ഒരു കാര്യം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അപ്പൊ അതുപോലെ തന്നെ ഇത്തവണത്തെ കേരളത്തിൽ അധികാരം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നേതാക്കന്മാരും, ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ കേരളത്തിൽ വരും. അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായി അവരുമായിട്ട് സംസാരിക്കും, അവരുമായി അതിന് നേതൃത്വം കൊടുക്കും. അതൊക്കെ എന്താ തെറ്റുള്ളത്? അതിന്റെ അർത്ഥം കേരളത്തിലെ ഇവിടെ സംസ്ഥാന നേതൃത്വത്തിനകത്ത് ഭിന്നതയുണ്ടെന്നാണോ? അത് തെറ്റായിട്ടൊരു വിലയിരുത്തലാണ്. ശരി, ജി വി ഹരി, ഇത് എങ്ങനെയാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഇതുണ്ടാകുമോ, അതിന് ശേഷമായിരിക്കുമോ? എന്താ നിങ്ങളുടെ ഒരു പ്ലാൻ? എങ്ങനെയാണ് ഇത് സംബന്ധിച്ച്? ഇത് കൃത്യമായി നോക്കൂ. ഇതിനകത്ത് ഇതിപ്പോൾ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സാധാരണ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു 6 മാസങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളും സാധാരണഗതിയിൽ കേന്ദ്ര നേതൃത്വം എടുപ്പെടാറില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ശ്രീ KC വേണുഗോപാൽ നമ്മുടെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം 1 വർഷം മുമ്പ് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കുകയും അതിനാവശ്യമായിട്ട് എല്ലാ മെഷീനറിയെയും ശക്തിപ്പെടുത്തുകയും ആ മെഷീനറിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിനകത്ത് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക, അതോടൊപ്പം തന്നെ മറ്റ് മാനുഷിക ഹ്യൂമൻ റിസോഴ്സസ് അടക്കമുള്ള, അതോടൊപ്പം എക്കണോമിക് റിസോഴ്സ് ആവശ്യമാണ് തെരഞ്ഞെടുപ്പിന്, ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്, ടാക്ടിക്സ് ആവശ്യമാണ്. ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് ഇവിടെയുള്ള സംസ്ഥാന നേതൃത്വത്തിന് അവിടുത്തെ ഓരോ സാഹചര്യം, ഇപ്പം ബീഹാറിലെ സാഹചര്യമല്ല കേരളത്തിലെ സാഹചര്യം. അപ്പോൾ ബീഹാറിലെ സാഹചര്യത്തിനനുസരിച്ച് അവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുക, കേരളത്തിലെ കാര്യങ്ങൾക്കനുസരിച്ച് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുക. അങ്ങനെ എല്ലാത്തിനും കൃത്യമായ ഒരു അജണ്ട, ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മളിത് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. 1 വർഷത്തിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രിപ്പയർ ചെയ്യുക എന്നൊരു സന്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് തലേ ദിവസം അല്ല ഇത് തരാം. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ നോക്കൂ, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചേർക്കാൻ ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമുക്കുണ്ട്. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ വളരെ കൃത്യമായി തന്നെ എല്ലാ വാർഡുകളിലും 101 വാർഡുകളിലും വളരെ കൃത്യമായി കോൺഗ്രസിന്റെ താഴെത്തട്ടുള്ള പ്രവർത്തകർ ഇറങ്ങി വോട്ട് ചേർക്കുകയും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ വോട്ടേഴ്സിന്റെ പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഇത് നമ്മൾ വല്ല ശുഭപ്രതീക്ഷയോടെയാണ് കൂടി കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു എന്തെങ്കിലും കുഴപ്പം ഉള്ളത് കൊണ്ടല്ല ഇത്തരത്തിൽ കേന്ദ്ര ഇടപെടുന്നത്. ചോദിക്കേണ്ടി വരുന്നത്, നമുക്കറിയാം എപ്പോഴും സ്റ്റേറ്റിൽ ഒരു ലീഡർ ഉണ്ട്. നമുക്കിപ്പം ബീഹാറിനെ ഉദാഹരണമാക്കാം. ബീഹാറിൽ തേജസ്വി യാദവ് തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യം കൃത്യമാണ്. അത് ഇന്ത്യ മുന്നണിക്ക് അതിൽ അവ്യക്തത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരാളെ തലപ്പത്ത് അവതരിപ്പിക്കേണ്ടി വരും, കാണിക്കേണ്ടി വരും. കോൺഗ്രസിൽ എല്ലാ കാലത്തും അതുണ്ടായിരുന്നു. ഒരുപക്ഷെ CPM-ലാണത് മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ വന്നപ്പോഴാണ് അതിന് മാറ്റമുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു മുഖത്തിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിലില്ലേ? പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പ് പറയാനാവാത്തൊരു സാഹചര്യം കൂടിയില്ലേ? അതല്ലേ ഇങ്ങനെ ഒരു വമ്പൻ താരനിരയെ നിർത്തേണ്ടി വരുന്നത്?
ഒന്നുമല്ല. ഇതിനു മുമ്പ് എപ്പോഴാണ് ഇന്ന ആളായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുള്ളത്? എല്ലാ കാലത്തും അത് നമ്മൾ പറയുന്നതാണ്, എപ്പോഴും നമ്മൾ പറയാറുള്ളത്, തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA-മാർ ചേർന്ന് തീരുമാനിക്കുന്ന ആളായി. അല്ല, അത് പറയുമ്പോഴേ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ പുതിയ കാല സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അതിലൊരു മുഖം ആവശ്യമല്ലേ? നരേന്ദ്രമോദി മത്സരിക്കുന്നു എന്നതാണല്ലോ അവിടെ BJP-ക്ക് ഏറ്റവും വലിയ സാധ്യത ഉണ്ടാക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നുന്നതാണല്ലോ യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്കും സാധ്യത ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു മുഖമില്ലാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് പ്രതിസന്ധി ആവില്ലേ? അത് എത്ര കണ്ടാലും ഒരു യാഥാർത്ഥ്യം അത് തന്നെയല്ലേ? ഞങ്ങൾക്ക് ഒരു കൂട്ടായ നേതൃത്വത്തിലാണ് ഞങ്ങൾ എപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. ഒരു കൂട്ടായ്മയിലാണ്. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏത് നേതാവിനെ കാണും നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയാത്ത ഒരാളുടെ പേര് പറയൂ? ഞാൻ ചോദിക്കട്ടെ, ആരാ? ഒരു നേതാവില്ല. എല്ലാവരും നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന വ്യക്തിത്വമുള്ള, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫേസ്. അത് ശരിക്കും ഒരു ആശയക്കുഴപ്പം ഉള്ളത് കൊണ്ട് പറയേണ്ട വരുന്ന ന്യായമാണ്. ഇല്ല, ഒരു ആശയക്കുഴപ്പവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ശരി, ജീവികരി ഒന്ന് തുടരുക. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, CPM സംസ്ഥാന സമിതി അംഗം നമുക്കൊപ്പമുണ്ട്. ശ്രീ അനിൽകുമാർ, ബീഹാറിന് സമാനമായി കേരളത്തിലും ഒരു മാസ് മൂവ്മെൻറ്റിന് കോൺഗ്രസ് ലക്ഷ്യമിടുന്നു. അതിന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് ദേശീയ തലത്തിൽ തന്നെ ആലോചനകൾ നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പങ്കെടുത്തുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു മാസ് മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റ് കേരളത്തിലേക്ക് കോൺഗ്രസ് ലക്ഷ്യമിടുമ്പോൾ അത് കേരളത്തിൽ ഭരണം പിടിക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. എങ്ങനെ കാണുന്നു കോൺഗ്രസിൻ്റെ ഈ നീക്കത്തെ? അതിൽ രാഹുൽ ഗാന്ധി അടക്കം കളത്തിലിറങ്ങിക്കൊണ്ടാണ് ഒരു നീക്കം നടത്താൻ പോകുന്നത്. രാഹുൽ ഗാന്ധി എങ്ങനെങ്കിലും ഒന്ന് വന്നു കിട്ടിയാൽ മതിയായിരുന്നു. വയനാട്ടിൽ ഓരോ ദിവസവും കോൺഗ്രസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ചത്തോണ്ടിരിക്കുക. 5 പേര് ഇപ്പൊ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. ആ രാഹുൽ ഗാന്ധി ഏറ്റവും വേഗം വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്ക്. അവിടെ കോൺഗ്രസുകാരെ അഴിമതി നടത്തിയിട്ട്, അവിടെ മോഷണം നടത്തിയിട്ട് ഒരു പാവപ്പെട്ടവൻ അദ്ദേഹത്തിന്റെ മകന് വിഷം കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്തു. തിരിഞ്ഞു നോക്കിയോ രാഹുൽ ഗാന്ധി? പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി തിരിഞ്ഞു നോക്കിയോ? ഏറ്റവും വേഗം ഒന്ന് വരട്ടെ. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്നലെ അടക്കം ചെയ്തെന്നാ തോന്നുന്നത്. ആ വീട്ടിലേക്ക് ഒന്ന് വരാൻ സൗകര്യം ഉണ്ടാവുമല്ലോ. പിന്നെ KPCC എന്തോ ഒരു ആപ്പ് വെച്ചിട്ട് കുറെ കാശ് പിരിച്ചായിരുന്നു. അപ്പൊ ആ കാശിന്റെ കാര്യം നാട്ടുകാർക്ക് ചോദിക്കാൻ ഇവരെ വഴി കിട്ടണം. ഇപ്പൊ ഇവിടെ ഈ കുടുംബ വീടുകളെല്ലാം വരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ കാത്തിരുന്നിട്ട് ഇവരാരും വീടുകളിൽ വരാൻ പോയില്ല. എന്നാലും കണക്കും ചോദിക്കാനായിരുന്നു. KPCC എത്ര കോടി രൂപ പിരിച്ചു വയനാടിന് വേണ്ടി? രാഹുൽ ഗാന്ധി പറഞ്ഞ വീട് എവിടെ പോയി? പിന്നെ യൂത്ത് കോൺഗ്രസുകാർ പറ്റിയ കാശ് എവിടെ പോയി എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ചില ആശുപത്രികളിലൊക്കെ ഉണ്ടായ ചെലവ് നമുക്കറിയാമല്ലോ. അതിനൊക്കെ ചെലവഴിച്ചല്ലോ ആ പൈസ. കോൺഗ്രസുകാരും കൂടെ നാട്ടുകാർക്കിടയിലേക്ക് വരട്ടെന്ന്. ഇതെല്ലാം നാട്ടുകാർ കണ്ടോണ്ടിരിക്കുകയെന്ന്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരിക്കുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന കേരളമാണ്. ബീഹാറിൽ നടപ്പാക്കിയ വോട്ട് ചോരി യാത്ര എന്ന് പറയുന്നത് അവിടെ നടത്തുന്ന ഫാസിസ്റ്റ് സർക്കാരിനെതിരായി ജനാധിപത്യ മുന്നേറ്റമാണ്. അവിടെ തേജസ്വി യാദവ് ഇല്ലെങ്കിൽ, ലല്ലു പ്രസാദിന്റെ പാർട്ടി ഇല്ലെങ്കിൽ എത്ര സ്ഥലത്ത് ഈ കോൺഗ്രസ് ഉണ്ട്? പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് പോയത്. പക്ഷെ തേജസ്വി യാദവ് ഇല്ലെങ്കിലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂടെ ഇല്ലെങ്കിലോ, ബീഹാറിനെ വീണ്ടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയാണ്. ആ മാതൃക കേരളത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വയറ്റാനോ? വരട്ടെ, രാഹുൽ ഗാന്ധി വരട്ടെ, അല്ലെ സോണിയാഗാന്ധി ഇങ്ങോട്ട് വരട്ടെ, അല്ലെ പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വരട്ടെ. ഞങ്ങൾ കാത്തിരിക്കുന്ന ഉത്തരം പറയിപ്പിക്കാൻ. വയനാട്ടിൽ നിന്ന് ഇങ്ങനെ വന്ന് വല്ലപ്പോഴും ഒന്ന് കണ്ട് കൈ കാണിച്ച് ജയിച്ചിട്ട് പോയിട്ട് വയനാട്ടിലെ മനുഷ്യന്മാരോട് ഇതുപോലെ പെരുമാറിയ ഒരു കുടുംബമുണ്ടോ ഇന്ത്യ രാജ്യത്ത്? പറയിപ്പിക്കാനല്ലേ? ഇങ്ങോട്ട് വാ. അതാണ് ഞങ്ങളുടെ മറുപടി. ഒരു കാര്യം കൂടിയുള്ളത്, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സാധാരണ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു കേരള മാർച്ച് പതിവുണ്ട്. അത് CPM-ഉം LDF-ഉം UDF-ഉം ഒക്കെ നടത്താറുണ്ട്. അതിലൊരു മുഖമുണ്ടാകും ഇയാൾ നയിക്കുന്ന യാത്ര എന്നതാണത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തവണ അതില്ലാതെ പോകുന്നത് കോൺഗ്രസിനൊരു നേതൃതലത്തിലൊരു ആശയക്കുഴപ്പമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കോൺഗ്രസിന് മറ്റേ അടൂരിലെ വീട്ടിലൊരാൾ ഒളിച്ചു കഴിയുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരാളില്ല എന്താണ്? കടലിരമ്പം പോലെ വരിക എന്നാണ് പറയുന്നത്. സതീശൻ പറയുന്ന കടലിരമ്പത്തെ എനിക്ക് പേടിയില്ല. അപ്പൊ അടൂരിൽ ഒഴിച്ചു കഴിയുന്ന നേതാവിന് വേണ്ടി ഇങ്ങനെ കടലിരമ്പം വരികല്ലേ? ആ കടലിരമ്പം ഇങ്ങോട്ട് വരട്ടെ. അതുകൊണ്ട് ആ നേതാവിനെ മുൻനിർത്തി നടത്തേണ്ട പരിപാടിയില്ല. എന്താ കേരളത്തിൽ ഈ കോൺഗ്രസ് 9.5 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ട് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഇതാ പണി. കുറെ നേതാക്കന്മാര് വേറെ കാര്യങ്ങള്. വയനാട്ടിൽ കുറെ പേര് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ലീഗിന്റെ കാര്യമോ? മറ്റേ AI ക്യാമറയിൽ അനുമതി ഉണ്ടെന്ന് പറഞ്ഞ് കൊട്ടം കൊണ്ടിടുന്നൊരു നേതാവുണ്ടല്ലോ. ഇപ്പൊ എന്താ കണ്ടിരിക്കുന്നത്? മുസ്ലിം ലീഗ് പത്രസമ്മേളനം നടത്താൻ പറ്റാത്ത അവസ്ഥയായി. ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അതുകൊണ്ട് കോൺഗ്രസും ലീഗും എല്ലാവരോടും വരട്ടെ, നമുക്ക് നോക്കാം. ശ്രീ അനിൽകുമാർ, ഒന്ന് തുടരുക. GV ഹരി, CPM ഉന്നയിക്കുന്ന വിഷയം അതാണ്. നിങ്ങൾ ഉത്തരം പറയേണ്ട നിരവധി ആളുകളുണ്ട്, പ്രത്യേകിച്ച് ദേശീയ നേതാക്കൾ. വയനാടിന് എന്ത് നൽകി?
ജയിച്ചു പോയ MP-യുടെ സാന്നിധ്യം എത്ര തവണ ഉണ്ടായിരുന്നു? അപ്പോൾ കേരളം പിടിക്കാനുള്ള നീക്കം നടത്തുന്നതിനിടയിൽ മറുപടി പറയേണ്ട വിഷയങ്ങൾ നിരവധി ഉണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. രാഷ്ട്രീയം പറയാൻ അറിയാത്തത് കൊണ്ട്, രാഷ്ട്രീയം പറയാൻ പറ്റാത്തത് കൊണ്ടുമാണ് അനിൽകുമാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിനകത്ത് വലിയ അനിൽകുമാർ പറയുന്ന കേട്ട് അത്ഭുതം തോന്നില്ല. അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ CPM-ന് എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം ആദ്യം പരിശോധിക്കട്ടെ. രണ്ടു കാലം ഒടുങ്ങി കിടക്കുന്നവനാണ് ചെറിയൊരു പോറലേറ്റവനെ കുറിച്ച് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനോടൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായി മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിൽ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞു. എത്ര ലക്ഷം വോട്ടിനാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വീണ്ടും ജയിച്ചതെന്നുള്ളത് അനിൽകുമാറോട് ചോദിച്ചു നോക്ക്. അദ്ദേഹത്തിന് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീ MA ബേബിയോട് വിളിച്ചു ചോദിക്കാൻ പറ. അദ്ദേഹം ആ ചോട്ട് യാത്രയിൽ അദ്ദേഹം അവിടെ നിന്ന ഫോട്ടോ അടക്കം എന്റെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അനിൽകുമാർ ഇതൊക്കെ പറയും. അനിൽകുമാറിനെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി കൂടുതൽ വോട്ടിന് ജയിക്കും തോറും ഇവിടെ വെല്ലുവിളികൾ കൂടുകയല്ലേ, ഉത്തരവാദിത്തങ്ങൾ കൂടുകയല്ലേ, അത് നിർവഹിച്ചോ എന്നാണ് ചോദ്യം. ഏത് ഉത്തരവാദിത്തം? ഞങ്ങളിപ്പോ ഗവൺമെന്റ് ഞങ്ങളല്ലോ ഭരിക്കുന്നത്, ഇവരല്ലേ ഭരിക്കുന്നത്. എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് ഇറങ്ങി രാഷ്ട്രീയമായി എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വികസനം കഴിഞ്ഞ 9.5 കൊല്ലം ഇവർക്ക് കിട്ടി. ഒരു സർവേ കല്ലിടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? പുതിയ ഞങ്ങൾ ഉണ്ടാക്കിയ പദ്ധതികളല്ലാതെ, ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നല്ലാതെ 9.5 കൊല്ലം കിട്ടിയിട്ട്. ശ്രീ GV ഹരി, എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഏറ്റവും കോൺഫിഡൻസിൽ എത്താൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. കുറെ അധികം പദ്ധതികളും നീക്കങ്ങളും അവർക്ക് അവകാശപ്പെടാനില്ലേ മുൻകാല ഇടതുപക്ഷ സർക്കാരിനെ അപേക്ഷിച്ച്? താങ്കൾ തന്നെ ഒരു പദ്ധതി പറയുന്നേ. ഞാൻ അനിലോട് ചോദിക്കുന്നില്ല, താങ്കൾ പറ അവർ തുടങ്ങിയ ഒരു പദ്ധതിയുടെ പേര്. ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുന്നത് എന്ത് അല്ല, അതാ പറഞ്ഞത്. കല്ലിട്ടാ മാത്രം പദ്ധതി ആവില്ലല്ലോ. നടപ്പാക്കിയതൊക്കെ പറയാം. അല്ല, ഒന്നും നടപ്പാക്കിയിട്ടില്ല. അത് ശരി, ഡിജിറ്റൽ സർവകലാശാല, എല്ലാ സർവകലാശാലയും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ കാലത്ത് പദ്ധതികളെ. അതന്നെ, ഇതെല്ലാം ഞങ്ങളുടെ K-ഫോണിന്റെ അവസ്ഥ ഇപ്പൊ അന്വേഷിച്ചു നോക്കണം ജനങ്ങളോട്. എല്ലാ സർക്കാർ ഓഫീസുകളും നിർത്തിക്കൊണ്ടിരിക്കുക K-ഫോൺ. ഒന്നും അനങ്ങുന്നില്ല. അതെ, ഈ മെട്രോയും ഇനിയിപ്പോ എല്ലാം പറയാം. എന്താ പറയാ, കണ്ണൂർ എയർപോർട്ട് പറയാം അല്ലേ? കണ്ണൂർ എയർപോർട്ട് പറയാം. ശ്രീ അനിൽകുമാർ, ഞാനും നിങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ജനങ്ങൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഒരു സംശയവും വേണ്ട. വൻ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു സംശയമില്ല. അത് വെറുതെ പറയുന്നതല്ലേ. അതിന് കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്തതിനു ശേഷമാണ് പറയുന്നത്. അല്ലാത്ത ഇവിടെ രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല. രാഹുൽ ഗാന്ധിയെ കണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ശ്രീ MA ബേബിയോട് അങ്ങ് ചോദിച്ചാൽ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുതരും എവിടെയാണ് അദ്ദേഹം ഉള്ളതെന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെതിരകത്ത് ഒരു ആശങ്കയുമില്ല ശ്രീ അനിൽകുമാർ. ഞങ്ങൾ വളരെ ശക്തമായി തന്നെ ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന് കൃത്യമായ രാഷ്ട്രീയ മറുപടി പറയാൻ ഞങ്ങൾക്ക്. ശ്രീ GV ഹരി, ഒരുപക്ഷെ ഈ യാത്രയിലുടനീളം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എനിക്കറിയാം കോൺഗ്രസിനകത്തൊരു നേതാക്കൾക്കിടയിൽ പോലും പുറത്തേക്ക് പറയുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പല വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. VD സതീശിന്റെ അത്രയും സ്ട്രോങ് ആയ നിലപാടെടുക്കുന്നവരില്ല. സതീശിനെതിരെ നടക്കുന്ന സൈബർ നീക്കങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ ഇതൊക്കെ മറുപടി പറയേണ്ടി വരുന്ന വിഷയം കൂടിയായി മാറില്ലേ? അതൊരു വെല്ലുവിളി ഉണ്ടാക്കില്ല? ഞാൻ പറഞ്ഞോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനകത്ത് പാർട്ടി, കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അവരെടുക്കുന്നതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ട് നടപടി ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം അടിയന്തരമായി നാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, CPM-ന്റെ പോലീസ് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു തെളിവ് കണ്ടെത്തുന്നതിന് വേണ്ടി, തെളിവ് കിട്ടുന്നതിന്, ഒരു പരാതി കിട്ടുന്നതിന് വേണ്ടി ഇറങ്ങി അന്വേഷിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ രാഷ്ട്രീയപരമായ ഒരു ആരോപണം രാഹുലിനെതിരെ ഉണ്ടായപ്പോൾ പോലും, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായപ്പോൾ പോലും അതിശക്തമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പദവികളും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഈ ആരോപണം ഉണ്ടായി 1 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങളത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇവിടെ എന്തൊക്കെയാണ് CPM-നകത്ത് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോഴും ആരോപണവിധേയരായിട്ടുള്ള MLA-മാരടക്കം ഇപ്പോഴും MLA ആയി തന്നെ അല്ലെങ്കിൽ പാർട്ടിയിൽ തുടരുന്നുണ്ട്. പാർട്ടി അവരെല്ലാ സംരക്ഷണവും CPM കൊടുക്കുന്നുണ്ട്. അതുപോലെ അല്ലല്ലോ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ വിലയിരുത്തട്ടെ. അതുകൊണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. അതൊന്നും പ്രയാസമുള്ള കാര്യമില്ല.